ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ച 31 ആഗസ്റ്റ് 2025. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം 3-ാം ഞായറാഴ്ച പാറേട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 45-ാം ഓർമ്മ പാമ്പാടി മാർ കുര്യാക്കോസ് ദേറ. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ എവൻഗേലിയോൻ മേശയിൽ നാം വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. ഈ ദിവസത്തെ എവൻഗേലിയോനിലെ 2 കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. 1. കർത്താവിൻ്റെ മരണവും പുനരുത്ഥാനവും സംബന്ധിച്ച പ്രവചനം. 2. നികുതി കൊടുക്കുന്നതിനുള്ള ബാധ്യത. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ യേശു തൻ്റെ മരണവും പുനരുത്ഥാനവും 2-ാം തവണയും ശിഷ്യന്മാരെ ഓർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ സംബന്ധിച്ച് പാനപാത്രം മാമോദീസ ആദ്യമായി പറയുന്നതായി നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. താൻ സഹിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഉദാഹരണം മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം. നിങ്ങളുടെ ഗുരു കരം നീതി കൊടുക്കുന്നില്ലേ എന്ന് കരം പിരിക്കുന്നവർ പത്രോസിനോട് ചോദിക്കുന്നു. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യം. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞ് തരണമെന്ന് പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് അവന് വാക്കൽ കൊടുക്കേണ്ടതിന് ആയിരുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ഈ നികുതി ഉപയോഗിച്ചിരുന്നത് ദൈവാലയത്തിൻ്റെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ആയിരുന്നു. പഴയ നിയമം നോക്കുമ്പോൾ പുറപ്പാട് 30-11 മുതൽ 16 വരെയുള്ള ഭാഗം, സംഖ്യാപുസ്തകം 3-43 മുതൽ 51 വരെയും കാണുന്നത് ദേവാലയത്തിൽ നികുതി കൊടുക്കണം എന്ന് യഹോവയുടെ കൽപ്പന മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറയുന്നതായിട്ടാണ്. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരോഹിതന്മാർ ഒഴികെയുള്ള എല്ലാ യഹൂദന്മാരും ദൈവാലയ നികുതി കൊടുത്തിരിക്കണം എന്നായിരുന്നു അന്നത്തെ നിയമം. അത് കൊടുക്കുന്നതിനായി 3 അവസരങ്ങളുണ്ടായിരുന്നു: പെസഹ പെരുന്നാളിൽ, പെന്തക്കോസ്തി പെരുന്നാളിൽ, കൂടാര പെരുന്നാളിൽ. ആദ്യത്തെ 2 പെരുന്നാളുകളിൽ കൊടുക്കാത്തവർ നിർബന്ധമായും കൂടാര പെരുന്നാളിന് കൊടുക്കണമെന്നായിരുന്നു അന്നത്തെ നിയമം. യേശുവിൻ്റെ മേൽ ഒരു കുറ്റം കൂടി ചുമത്താനാണ് പരീശന്മാർ ആലോചിച്ചത്. എന്നാൽ യേശു പത്രോസിനോട് പറയുന്നത്, കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു എസ്തീറ കാണും, അത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം എന്നാണ് പറയുന്നത്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യം. മത്സ്യമദേഹി എസ്തീറ എന്നത് സംഭവ്യമല്ലാത്ത കാര്യം ദൈവത്താൽ സാധ്യമായി എന്ന് കാണിക്കുന്നു. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് കന്യാത്വത്തിന് ഭംഗം വരാതെയുള്ള യേശുവിൻ്റെ ജനനത്തെ ഈ സംഭവം സൂചിപ്പിക്കുന്നതായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് 3 കാര്യങ്ങളാണ്. ദൈവപുത്രൻ്റെ മരണവും പുനരുത്ഥാനവും നേരത്തെ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞ് അറിയിക്കുന്നു. സഹോദരന്മാർക്ക് ഇടർച്ച വരാത്തവണ്ണം നിയമം കയ്യിൽ എടുക്കാതിരിക്കുക എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. 3-ാമത്തത്, നമ്മുടെ പ്രവൃത്തി എപ്പോഴും സമാധാനം ഉണ്ടാകത്തക്കവണ്ണം ഉള്ളതായിരിക്കണം എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ദൈവപുത്രൻ്റെ മരണവും പുനരുത്ഥാനവും നേരത്തെ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞറിയിക്കുന്നു.
കാരണം ഇതൊക്കെയും തിരുവെഴുത്തുകൾ മുഖാന്തരം ഉണ്ടായതാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. രണ്ടാമത്തേത്, സഹോദരന്മാർക്ക് ഇടർച്ച വരാത്തക്കവണ്ണം നിയമം കയ്യിൽ എടുക്കാതിരിക്കുക. ഇന്നത്തെ ലോകത്തും നിയമം കയ്യിലെടുക്കാതെ ജീവിക്കുന്നവർക്ക് സമാധാനപൂർണമായ ഒരു ജീവിത അന്തരീക്ഷം തന്നെ ഉണ്ടാകുമെന്ന് നമുക്കേവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രവൃത്തി എപ്പോഴും സമാധാനം ഉണ്ടാകത്തക്കവണ്ണം ഉള്ളതായിരിക്കണം എന്നതാണ് മൂന്നാമത് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. അതായത് നാം എപ്പോഴും ഒരു ശുഭചിന്തകർ ആണ് എങ്കിൽ, മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നാം തിരിച്ചറിയുന്നുവെങ്കിൽ, ഒരിക്കലും നമ്മൾ അവർക്ക് ദുഃഖമുണ്ടാകുന്ന രീതിയിൽ, അവർക്ക് സമാധാനക്കേടുണ്ടാകുന്ന രീതിയിൽ ഒന്നും തന്നെ നാം പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ വേദഭാഗത്തുനിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും നന്മ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.